ഹലോ, ഔപ്പേറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് അതിനകത്ത് പെട്ടെന്ന് നിങ്ങൾ കുറേ സമയം എടുത്ത് കണ്ട് ചെക്ക് ലിസ്റ്റ് നോക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെക്ക് ലിസ്റ്റ് മാത്രമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതിയെടുക്കുകയോ എവിടെയെങ്കിലും വെക്കുകയോ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളപ്പം കയറി നോക്കുകയോ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ, ഓർമ്മയിൽ വെച്ചോളൂ, ഒരിക്കലും മറക്കാൻ പാടില്ല. ചെക്ക് ലിസ്റ്റ് നമുക്ക് ഹോസ്റ്റ് ഫാമിലിയിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ: കോൺട്രാക്ട് ഫാമിലി, അതായത് ഫാമിലി സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് നമുക്ക് വേണം. എല്ലാം നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ സൈൻ ചെയ്യണം. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൻ്റെ ഒരു പേപ്പർ നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരും. ഹോസ്റ്റ് ഫാമിലിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പീസ്. ഇത്രയും ഫാമിലിയാണ് ഹോസ്റ്റ് ഫാമിലി നമുക്ക് വേണ്ടത്. ഓക്കെ. പിന്നെ ഔപ്പേഴ്സിൻ്റെ കയ്യിൽ വേണ്ടത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് വേണം, അതിൻ്റെ ഫോട്ടോസ് എടുക്കണം. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. ഗോയത്തയുടെ A1 സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മോട്ടിവേഷൻ ലെറ്റർ, ആപ്ലിക്കേഷൻ ഫോം ഫോർ വിസ, പിന്നെ വേണ്ടത് 10th +2 സർട്ടിഫിക്കറ്റ്സ്. ഇത്രയും കാര്യങ്ങളായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ടിക്കറ്റ്, അതായത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ വിസ ഏജൻസിയിൽ നമ്മൾ VFSയിൽ നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പേപ്പർ കിട്ടും. അതും പ്രിൻ്റ് ഔട്ട് എടുക്കണം. എല്ലാത്തിൻ്റെയും 2 കോപ്പീസ് വെച്ച്, അതുപോലെ തന്നെ പൈസ നമ്മൾ ഒന്നുകിൽ കയ്യിൽ പിടിക്കുക, അല്ല ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നമുക്ക് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 9,500 തൊട്ട് 11,500 വരെയാണ് വരുന്നത്. അത് പൈസയ്ക്ക് ഡിഫറൻസ് വരാൻ കാരണം ഇവിടുത്തെ യൂറോ അനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ടാണ് ഒരു 9,500 തൊട്ട് 11,500 വരെ വരും റേറ്റ്. VIP ലോഞ്ച് ആണെങ്കിൽ അതിലും ഇച്ചിരി കൂടും, VIP ലോഞ്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറയുകയും ചെയ്യും. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു.